नमस्ते दोस्तों, आज हम हिंदी साहित्य के मशहूर कवि मैथिली शरण गुप्त जी द्वारा रचित पंचवटी नामक खंडकाव्य की चर्चा करें। तो देखिए, पंचवटी खंडकाव्य का कथासार लिखिए। पंचवटी खंडकाव्यത്തിൻ്റെ കഥാസാരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്। मैथिली शरण गुप्त जी द्वारा विरचित पंचवटी नामक खंडकाव्य की कथा का मूल स्रोत श्री राम की ഇതിഹാസ പ്രസിദ്ധ കഥ है। मैथिली शरण गुप्त जी എഴുതിയ പഞ്ചവടി എന്ന ഖണ്ഡകാവ്യത്തിൻ്റെ കഥയുടെ മൂൽ സ്രോത്, അതായത് ആ ഒരു ഖണ്ഡകാവ്യത്തിൻ്റെ കഥയുടെ ആധാരം അല്ലെങ്കിൽ അടിസ്ഥാന ഉറവിടം എന്ന് പറയുന്നത് ശ്രീറാം കി ഇതിഹാസ് പ്രസിദ്ധ കഥ ഹേ, ഇതിഹാസ പ്രധാനമുള്ള അല്ലെങ്കിൽ ഇതിഹാസ പ്രസിദ്ധിയാർജിച്ച ശ്രീരാമ കഥയാണ്। कवि ने श्री राम कथा के एक अंश विशेष को आधार बनाकर प्रस्तुत खंडकाव्य का सृजन किया है। कवि श्रीराम കഥയുടെ ഒരു അംശമെടുത്തിട്ട് വിശേഷപ്പെട്ട, അതായത് ശ്രീരാമ കഥകളുടെ ഒരു വിശേഷപ്പെട്ട കഥയെടുത്തിട്ട് ഉസ്കോ ആധാർ ബനാക്കർ, അതിനെ ആധാരമാക്കിക്കൊണ്ടാണ് ഈ ഖണ്ഡകാവ്യ കാ സൃജൻ കിയ, ഈ ഒരു ഖണ്ഡകാവ്യ അദ്ദേഹം എഴുതിയിരിക്കുന്നത്। पंचवटी में कवि ने शूर्पणखा द्वारा लक्ष्मण के प्रति समर्पण किए जाने और अंततः अपने नाक कान कटवाकर अपमानित होकर लौट आने के बहुचर्चित प्रसंग का वर्णन किया है। പഞ്ചവടിയിൽ കവി ശൂർപ്പണഖ സ്വയം ലക്ഷ്മണനിൽ സമർപ്പിക്കാൻ പോകുന്നതും അതുപോലെ തന്നെ അന്തതഃ അവസാനം അപ്പനെ നാക്ക് കാൻ കട്വാക്കർ, തൻ്റെ ശൂർപ്പണഖയുടെ നാക്ക് മതലബ് മൂക്കും ചെവിയും മുറിച്ച്, മീൻസ് ലക്ഷ്മണൻ ശൂർപ്പണഖയുടെ മൂക്കും ചെവിയും മുറിച്ച് അവളെ അപമാനിച്ച് വിടുകയും അല്ലേ, അവൾ അപമാനിതയായിട്ട് തിരിച്ചു വരുന്ന ആ ഒരു ബഹുചർച്ചിതമായ അല്ലെ വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കോണ്ടെക്സ്റ്റാണ് അദ്ദേഹം ഈ ഒരു പഞ്ചവടി എന്ന ഖണ്ഡകാവ്യത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്। कवि ने पंचवटी के आरंभ में 3 पदों में कथा के पूर्वाभास के रूप में राम लक्ष्मण और सीता के वनगमन के प्रसंग का वर्णन किया है। കവി പഞ്ചവടി എന്ന ഖണ്ഡകാവ്യത്തിൻ്റെ ആരംഭത്തിലെ 3 പദങ്ങളിലായിട്ട് അദ്ദേഹം കഥയുടെ ഒരു പൂർവാഭാസ് എന്ന് പറഞ്ഞാൽ ഒരു പൂർവ്വചിന്ത എന്ന പോലെ പറഞ്ഞിട്ടുണ്ട്। രാം ലക്ഷ്മൺ ഓർ സീതാ കെ വൻഗമൻ, ठीक है, मतलब രാമൻ ലക്ഷ്മണനും പിന്നെ സീതയുടെ വനവാസത്തെക്കുറിച്ച് അല്ലെങ്കിൽ വനത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ആ ഒരു കോണ്ടെക്സ്റ്റ് അദ്ദേഹം ആദ്യത്തെ 3 പദങ്ങളിലാക്കിയിട്ട് വർണ്ണിച്ചിട്ടുണ്ട്। फिर वनगमन के समय ही ये तीनों पंचवटी में पहुँचते हैं। വനവാസ സമയത്താണ് ഇവർ 3 പേരും പഞ്ചവടിയിലെത്തുന്നത്। ജഹാം കി പ്രാകൃതിക് ഛട്ട ദേഖ്തേ ഹി ബൻതി ഹെ, അവിടെ പ്രകൃതിദത്തമായ ഒരു തണൽ നല്ലൊരു കാഴ്ച തന്നെയാണ്। പഞ്ചവടി എന്ന് പറഞ്ഞാൽ 5 മരങ്ങൾ കൂടിച്ചേർന്നിരിക്കുന്ന ഇതിനെയാണ് പഞ്ചവടി എന്ന് പറയുന്നത് അല്ലേ। പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്, പഞ്ചാനാം വട്ടാനാം സമാഹാർ ഹിതി പഞ്ചവടി എന്ന്, അതായത് പീപ്പൽ, ബേൽ, ബർഗദ്, ആംബല ഓർ അശോക് എന്നീ മരങ്ങളെല്ലാം ചേർന്നതാണ് പഞ്ചവടി എന്ന് പറയുന്നത്। അപ്പോൾ ഈ മരങ്ങൾ തരുന്ന തണലുകൾ കൊണ്ടെല്ലാം അത് വളരെ മനോഹരമാണ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്। प्रकृति के इस सुरमय वातावरण में तीनों सुखपूर्वक वनवास की अवधि बिता रहे हैं। പ്രകൃതിയുടെ താളം നിറഞ്ഞ ഈ അറ്റ്മോസ്ഫിയറിൽ 3 പേരും, അതായത് രാമനും ലക്ഷ്മണനും സീതയും സുഖപൂർവമായിട്ടുള്ള വനവാസ സമയമാണ് കഴിച്ചുകൂട്ടിക്കൊണ്ടിരിക്കുന്നത്। इस निर्जन प्रदेश में विचित्र पशु पक्षी सीता का स्नेह भाजन बन जाते हैं। ഈ ആരുമില്ലാത്ത പ്രദേശത്ത് വിചിത്രമായിട്ടുള്ള മൃഗങ്ങളും പക്ഷികളുമെല്ലാം സീതയുടെ സ്നേഹപാത്രമായി മാറുകയാണ്। एक दिन लक्ष्मण विचारमग्न बैठे हुए थे कि वहाँ शूर्पणखा उपस्थित हो गई। ഒരു ദിവസം ലക്ഷ്മണന് ചിന്താധീനനായി ഇരിക്കുകയായിരുന്നു। ആ സമയത്ത് ശൂർപ്പണഖ അവിടെ പ്രത്യക്ഷപ്പെട്ടു। ശൂർപ്പണഖ അത്യന്ത കാമാധുർധി, ശൂർപ്പണഖ വളരെ കാമഭ്രാന്തിയായിരുന്നു। और इस निर्जन प्रदेश में एकांगी बैठे हुए लक्ष्मण को देखकर उनकी ओर आकृष्ट हो गई थी। അതുപോലെ ഈ ആരുമില്ലാത്ത പ്രദേശത്ത് ഒറ്റയ്ക്കിരിക്കുന്ന ലക്ഷ്മണനെ കണ്ടിട്ട് ലക്ഷ്മണനിൽ അവൾ ആകൃഷ്ടയായി മാറിപ്പോയിരുന്നു। वो निश्चय ही बहुत रूपवती लग रही थी, അവൾ തീർച്ചയായും വളരെ സുന്ദരിയായിരുന്നു। और उसके हावभाव से अतृप्त वासना छांग रही थी, അതുപോലെ തന്നെ അവളുടെ ചേഷ്ടകളിലും ഭാവങ്ങളിലുമെല്ലാം തൃപ്തമല്ലാത്ത ഒരു വാസന, അതായത് ഒരു ആഗ്രഹം
ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ദൃശ്യമായിരുന്നു. ലക്ഷ്മൺ രാത്രി के इस प्रहर में एकागी शूर्पणखा को देखकर आश्चर्य में पड़ गए. ലക്ഷ്മൺ രാത്രിയിലെ ഈ ഒരു ഘട്ടത്തിൽ ഏകാകിയായ ഒറ്റയ്ക്കായി നിൽക്കുന്ന ശൂർപ്പണഖയെ കണ്ടപ്പോൾ ആശ്ചര്യപ്പെട്ടു പോയി. शूर्पणखा ने शीघ्र ही अपना मंतव्य लक्ष्मण के समक्ष प्रकट कर दिया. शूर्पणഖ പെട്ടെന്ന് തന്നെ തൻ്റെ അഭിപ്രായം ലക്ഷ്മണനോട് പറഞ്ഞു. उसने अत्यंत स्पष्ट शब्दों में लक्ष्मण को यह बता दिया कि वो रात के इस प्रहर में उसके प्रति समर्पण करने आई है. അവൾ അത്യന്തം വ്യക്തമായ വാക്കുകളോടെ ലക്ഷ്മണനോട് പറഞ്ഞു, ഞാൻ ഈ രാത്രി ഈ സമയത്ത് അല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ നിങ്ങളിൽ സമർപ്പിതയാകാൻ വേണ്ടി വന്നതാണ് എന്ന്. वो किसी भी मूल्य पर किसी भी माध्यम से लक्ष्मण को प्राप्त करना चाहती थी. അവൾ എന്ത് വില കൊടുത്തും അല്ലെങ്കിൽ എന്ത് മാർഗം സ്വീകരിച്ചും ലക്ഷ്മണനെ പ്രാപ്തമാക്കാൻ ആഗ്രഹിച്ചിരുന്നു. लक्ष्मण की चारित्रिक दृढ़ता पर शूर्पणखा के सभी तर्कों एवं उपायों का लेश मात्र भी प्रभाव नहीं पड़ा. ലക്ഷ്മണൻ്റെ സ്വഭാവ ശക്തിയിൽ ശൂർപ്പണഖയുടെ എല്ലാ വാദങ്ങളും അല്ലെങ്കിൽ ഉപായങ്ങളും ഒന്നും തന്നെ अल्पम पोलुम स्वाधीनिचिल्ल. शूर्पणखा पुनः अपने प्रेम की दुहाई देती है, किंतु लक्ष्मण उसे ये समझाता है. ശൂർപ്പണഖ വീണ്ടും തൻ്റെ പ്രേമത്തിന് വേണ്ടി യാചിച്ച് കരയുകയാണ്. എന്നാൽ ലക്ഷ്മണന് അവളെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. कि जिसे वो प्रेम कर रही है वो प्रेम नहीं. എന്തിനെയാണോ അവൾ പ്രേമം എന്ന് പറയുന്നത് അത് പ്രേമമല്ല, അപ്പിതു വിഷപൂർണ്ണ വാസന ഹേ, എന്നാൽ അത് വിഷം നിറഞ്ഞ ആഗ്രഹം മാത്രമാണ് എന്ന്. ലക്ഷ്മൺ ശൂർപ്പണഖ കെ ഇസി സംവാദ് മേ സാരി രാത് ബീത് ഗയി. ലക്ഷ്മണൻ്റെയും ശൂർപ്പണഖയുടെയും ഈ ഒരു സംസാരത്തിൽ ആ രാത്രി മുഴുവൻ കഴിഞ്ഞുപോയി. പ്രാതഃ കാൽ ഹോത്തെ ഹി സീത കുട്ടിയാ സെ ബാഹർ നിക്കലി. രാവിലെ ആയപ്പോഴേക്കും സീത കുടിലിൽ നിന്നും പുറത്തേക്ക് വന്നു. സീത കോ ദേഖ്തേ ഹി ലക്ഷ്മൺ ലജ്ജിത് ഹോ ഗയി. സീതയെ കണ്ടപ്പോഴേക്കും ലക്ഷ്മണന് ലജ്ജിതമായി പോയി. और ശൂർപ്പണഖ ഭി സീത കോ ദേഖ്കർ ചൗങ്ക് ഗയി. അതുപോലെ തന്നെ ശൂർപ്പണഖയും സീതയെ കണ്ടപ്പോൾ ആശ്ചര്യമായി പോയി. सीता के सहज सौंदर्य के सामने शूर्पणखा निश्चय ही अपने कृत्रिम सौंदर्य को हीन समझने लगी थी. സീതയുടെ യഥാർത്ഥ സൗന്ദര്യത്തിന് മുൻപിൽ ശൂർപ്പണഖ നിശ്ചയമായും തൻ്റെ കൃത്രിമ സൗന്ദര്യം ഒന്നുമല്ല എന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയിരുന്നു. श्रीराम ने सहज भाव से लक्ष्मण सीता तथा शूर्पणखा की ओर देखा. ശ്രീരാമൻ വളരെ സഹജമായിട്ട്, അതായത് യഥാർത്ഥ രൂപത്തിൽ തന്നെ ലക്ഷ്മണൻ്റെയും സീതയുടെയും ശൂർപ്പണഖയുടെ നേരെ നോക്കി. फिर शूर्पणखा से उसका परिचय पूछा. പിന്നെ ശൂർപ്പണഖയോട് തന്നെക്കുറിച്ച് ചോദിച്ചു. शूर्पणखा का मन श्रीराम के विनम्रतापूर्ण व्यवहार से बहुत प्रभावित हुआ था. ശൂർപ്പണഖയുടെ മനസ്സ് ശ്രീരാമൻ്റെ വിനയം നിറഞ്ഞ സ്വഭാവം കൊണ്ട് വളരെ സ്വാധീനിച്ചിരുന്നു. सीता ने जब ये सब देख सुना तो उन्होंने सारी स्थिति को अत्यंत शांत भाव से स्वीकार किया. സീത ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടുമൊക്കെ അവർ എല്ലാ സ്ഥിതിഗതികളെയും വളരെ ശാന്തഭാവത്തിലാണ് അംഗീകരിച്ചത്. ശ്രീരാം ने सहज शब्दों में अपनी असमर्थता व्यक्त कर दी. ശ്രീരാമന് വളരെ ലളിതപരമായ ശബ്ദങ്ങളോടുകൂടി വാക്കുകളോടുകൂടെ തൻ്റെ കഴിവില്ലായ്മ, അതായത് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വ്യക്തമാക്കി കൊടുത്തു. अंत में शूर्पणखा पराजित हो गई. അവസാനം ശൂർപ്പണഖ പരാജയപ്പെട്ടു പോയി. उसे पक्का विश्वास हो चुका था कि श्रीराम और लक्ष्मण में से कोई भी उसे स्वीकार करने वाला नहीं है. അവരുടെ മുഴുവൻ വിശ്വാസവും നഷ്ടപ്പെട്ടു പോയിരുന്നു. അതായത് ശ്രീരാമനും ലക്ഷ്മണനും ആരെങ്കിലും ഒരാൾ അവളെ സ്വീകരിക്കാതിരിക്കില്ല എന്ന. स्वभावतः इस पराजय के कारण उसके हृदय में प्रतिशोध की अग्नि धधकुടി. സ്വാഭാവികമായിട്ടും അവരുടെ പരാജയത്തിൻ്റെ ഈ ഒരു കാരണം കൊണ്ട് അവരുടെ ഹൃദയത്തിൽ പ്രതികാരത്തിൻ്റെ തീജ്വാലയായി ഉയർന്നു. श्रीराम पुनः शूर्पणखा को समझाना चाहते हैं कि सच्चा प्रेम इस प्रकार की प्रतिशोधपूर्ण भाषा के प्रयोग से नहीं हो सकता. ശ്രീരാമന് വീണ്ടും ശൂർപ്പണഖയെ മനസ്സിലാക്കി കൊടുക്കാൻ ആഗ്രഹിച്ചു. എന്തെന്നാൽ യഥാർത്ഥ പ്രേമം എന്ന് പറയുകയാണെങ്കിൽ പ്രതിശോധപൂർണ്ണ ഭാഷാക്കെ പ്രയോഗസെ നെഹി ഹോ സക്ത, അതായത് പ്രതികാരം നിറഞ്ഞ ഭാഷാ പ്രയോഗത്തിലൂടെ ചെയ്യാൻ കഴിയുന്നതല്ല എന്ന്. വാസനാക്കി അഗ്നിനെ ഉസ്കി വിവേക ശക്തി ശൂന്യ കർ ദീ ഥി. ആഗ്രഹത്തിൻ്റെ തീ അവളുടെ ബുദ്ധിശക്തിയെ ശൂന്യമാക്കിയിരുന്നു. ശീഘ്ര ഹി ഉസ്കാ രാക്ഷസി രൂപ
ഉഭറായ. പെട്ടെന്ന് തന്നെ അവൾ അവളുടെ രാക്ഷസ രൂപം ധരിച്ചു. शूर्पणखा के इस राक्षसी रूप को देखकर राम और लक्ष्मण दोनों ही स्तंभित रह गए. ശൂർപ്പണഖയുടെ ഈ രാക്ഷസ രൂപം കണ്ടിട്ട് രാമനും ലക്ഷ്മണനും രണ്ടുപേരും സ്തംഭിച്ചു നിന്നുപോയി. തഥാപി ലക്ഷ്മൺ സെ ചുപ് നഹി രഹ ഗയ. എന്നാൽ ലക്ഷ്മണൻ മിണ്ടാതിരുന്നില്ല. ഉൻഹെ ये संशय में लेशमात्र भी भूल नहीं हुई कि शूर्पणखा धोखा देने वाली मायाविनी है. അദ്ദേഹം ഇത് മനസ്സിലാക്കിയെടുക്കാൻ അല്പം പോലും മറന്നില്ല. എന്തെന്നാൽ ശൂർപ്പണഖ ചതിക്കുന്ന ഒരു മായാവിനിയാണ് എന്ന്. लक्ष्मण ने ये सोचकर उसके नाक कान ही काट दिए जिससे कि वो भविष्य में फिर से किसी को धोखा ना दे सके. ലക്ഷ്മണൻ ഇത് ചിന്തിച്ചിട്ട് അവളുടെ മൂക്കും ചെവിയും മുറിച്ചു കളഞ്ഞു. എന്തിനെന്നാൽ ഇനി വരുന്ന ഭാവി കാലത്ത് വീണ്ടും മറ്റുള്ളവരെ ആരെങ്കിലുമൊക്കെ ചതിക്കാതിരിക്കാൻ വേണ്ടി. इसी प्रकार राम लक्ष्मण और सीता के बीच पारिवारिक माधुर्य से ओतप्रोत संवाद चलता रहता है. ഇത്തരത്തിൽ രാമനും ലക്ഷ്മണനും സീതയ്ക്കുമിടയിൽ കുടുംബപരമായുള്ള മാധുര്യം നിറഞ്ഞ സംഭാഷണങ്ങൾ തുടർന്നു.